അധ്യായം 23. അനന്തരം ഫെലിസ്ത്യർ കെയീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നു എന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നു എന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയീലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദായിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ, പിന്നെ കെയീലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിന്റെ നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയീലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയീലയിലേക്ക് പോയി ഫെലിസ്ത്യരോട് പൊരുതി അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കെയീല നിവാസികളെ രക്ഷിച്ചു. അഹീമേലെക്കിന്റെ മകനായ അംബ്യാഥാർ കെയീലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടിവന്നപ്പോൾ കൈവശം എഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയീലയിൽ വന്നിരിക്കുന്നു എന്ന് ശൌലിന് അറിവ് കിട്ടി. ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലും ഉള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് ശൌൽ പറഞ്ഞു. പിന്നെ ശൌൽ ദാവീദിനെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയീലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൌൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാരിനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൌൽ കെയീലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയീല പൌരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നതുപോലെ ശൌൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും, കെയീല പൌരന്മാർ എന്നെയും എന്റെ ആളുകളെയും ശൌലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളം ഉള്ള അവന്റെ ആളുകളും കെയീലയെ വിട്ടുപുറപ്പെട്ട് തരം കണ്ടയിടത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയീല വിട്ട് ഓടിപ്പോയി എന്ന് ശൌൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൌൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൌൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിൽ ആയിരുന്നു. അനന്തരം ശൌലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൌലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും. അത് എന്റെ അപ്പനായ ശൌലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അനന്തരം സീഫ്യർ ഗിബെയയിൽ ശൌലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളേണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൌൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സലിവ് തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെയാകുന്നു എന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അവൻ വലിയ ഉപായിയാകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിവിടങ്ങളെല്ലാം കണ്ടറിഞ്ഞുവന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിപ്പിൻ. ഞാൻ നിങ്ങളോടുകൂടെ പോരും. അവൻ ദേശത്ത് എങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ചു പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൌലിനു മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് അരാബായിലെ മാവോൻ മരുവിൽ ആയിരുന്നു. ശൌലും അവന്റെ പടജ്ജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്നു താമസിച്ചു. ശൌൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൌൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൌലിനെ ഒഴിഞ്ഞുപോകുവാൻ ദാവീദ് ബദ്ധപ്പെട്ടു. ശൌലും പടജ്ജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞുപിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൌലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ക്ഷണം വരേണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൌൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേലഹമ്മ ഹെക്ലോത്ത് എന്നു പേരായി. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻഗദിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു.